പുരാണ കഥകൾ. പർവ്വതത്തെ പറ്റിച്ച മഹർഷി. വലിയ അത്ഭുത ശക്തികളുള്ള താപസനാണ് അഗസ്ത്യമുനി. അഗസ്ത്യനോട് മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ല. അത്രയ്ക്ക് മഹത്താണ് അദ്ദേഹത്തിൻ്റെ തപശക്തി. പ്രിയ കൂട്ടുകാരെ, ഇന്ത്യ രാജ്യത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന വലിയ പർവ്വതമാണല്ലോ വന്ധ്യപർവ്വതം. പണ്ടതിന് ഇന്നത്തേക്കാളും തലയെടുപ്പുണ്ടായിരുന്നു. വിന്ധ്യനെ ഇന്നു നാം കാണുന്ന സ്ഥിതിയിലാക്കിയത് അഗസ്ത്യമുനിയാണ്. ആ കഥ എന്തെന്നോ? നാരദ മഹർഷി വലിയ ഏഷണിക്കാരനാണല്ലോ. ഒരിക്കൽ അദ്ദേഹം ചെന്ന് വിന്ധ്യനോട് പറഞ്ഞു, ഹേ വിന്ധ്യ, സൂര്യനും ചന്ദ്രനും ചെന്ന് വണങ്ങുന്ന വമ്പനായ പർവ്വതമാണ് മഹാമേരു. അവൻ്റെ മുമ്പിൽ നീ എത്ര നിസ്സാരനാണ്. നാരദൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിന്ധ്യന് ദേഷ്യം വന്നു. മഹാമേരുവിനെ ഒന്നു പഠിപ്പിച്ചിട്ടു തന്നെ കാര്യം. ഇങ്ങനെ പറഞ്ഞ് വിന്ധ്യൻ തൻ്റെ കൊടുമുടികൾ ആകാശം മുട്ടെ വലുതാക്കി ഉയർന്നു നിന്നു. സൂര്യനും ചന്ദ്രനും പടിഞ്ഞാറോട്ട് കടക്കാൻ വഴിയില്ലാതെയായി. സൂര്യചന്ദ്രന്മാരുടെ രശ്മി ഇല്ലാതായാൽ എന്താകും ഫലം? ലോകത്തിലാകെ കുഴപ്പമായി. അതുകണ്ട് അഗസ്ത്യൻ വിന്ധ്യനു നേരെ ചെന്നു. അത്ഭുത ശക്തികളുള്ള അഗസ്ത്യ മഹർഷിയെ കണ്ട് വിന്ധ്യൻ പേടിച്ചു. അവൻ കൊടുമുടികൾ ഒതുക്കി അഗസ്ത്യനെ വണങ്ങി. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു, വിന്ധ്യ, ഞാൻ ദക്ഷിണേന്ത്യയിലേക്ക് പോകുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ നീ നിന്റെ കൊടുമുടികൾ ഒന്നും ഉയർത്താൻ പാടില്ല. ഓ ശരി. വിന്ധ്യൻ തൻ്റെ തലകളാകുന്ന കൊടിമുടികളെല്ലാം താഴ്ത്തി നിൽപ്പായി. പാവം വിന്ധ്യൻ. അവനു പിന്നെ തല ഉയർത്താൻ കഴിയാതെ പോയി. കാരണം എന്തെന്നോ? തെക്കോട്ടു കടന്ന അഗസ്ത്യമുനി പിന്നീട് ആ വഴി തിരിച്ചു വന്നില്ല. അങ്ങനെ അഗസ്ത്യമുനി വിന്ധ്യപർവ്വതത്തെ തല കുനിപ്പിച്ച് ലോകത്തെ രക്ഷിച്ചു. നമസ്കാരം.